നമുക്ക് എല്ലാത്തിനും നമുക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളാണെങ്കിൽ ഏറ്റവും ആൻസർ ഒരുപാട് ആൾക്കാർ പറയലില്ല, കുറച്ച് ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഭയങ്കര പാമ്പറിംഗ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു അവന്റെ ഈ ഇതിനകത്ത് നിങ്ങളാണ് ലൈവ് സ്ട്രീമിൽ വന്ന പെൺകുട്ടിന്ന് തോന്നുന്നു അല്ലേ? വേറെ പെൺകുട്ടികൾ വന്നിട്ടുണ്ടോ? വരാറുണ്ട് വേറെ ആൾക്കാർ. ഞാൻ മെഹറിനെയാണ് കണ്ടിട്ടുള്ളത്, വേറെ പെൺകുട്ടികൾ അധികം വേറെയും ആളുകള് വന്നിട്ടുണ്ട്. നാഗ വന്നത് കണ്ടായിരുന്നു. അങ്ങനെ വരാറുണ്ട്, ഞാൻ മാത്രമല്ല വന്നിട്ടുള്ളത്. അപ്പം ചേച്ചി പറഞ്ഞല്ലോ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ പാമ്പറിംഗ് ആയിട്ടുള്ള ഒരാളാണ്, അപ്പം എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയല്ലോ. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞത് പാമ്പറിങ് എന്ന് പറയുന്നിടത്ത് ഒരു ബോൾഡ്നെസ് ഉണ്ടാവല് ഭയങ്കര ബുദ്ധിമുട്ടാണ് പല കുട്ടികളെയും കാണുന്ന സ്ഥലത്ത്. ഇപ്പം ഒരു 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 പ്രത്യേക ഒരു ഇത് വരണമെന്ന് വിചാരിച്ചു, നമ്മളുടെ നേർക്കൊരു അറ്റാക്ക് വരണമെന്ന് വിചാരിച്ചു. കൈൻഡ് ആയിട്ടൊരു പേഴ്സൺസിലായിട്ടുള്ള പിള്ളേർക്കൊക്കെ പെട്ടെന്ന് അവർ പാനിക് ആവുക, അവർ പെട്ടെന്ന് അവരുടെ ബോൾഡ്നെസ് ഉള്ളതും കൂടെ ഒലിച്ചു പോവുക, അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ലാന്ന് എനിക്കറിയാം. ഞാൻ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. പക്ഷെ നമുക്ക് നേരൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ പോയി ഒളിച്ചിരിക്കുക അങ്ങനെയൊന്നും അല്ല. പറയേണ്ട കാര്യങ്ങൾ പറയും, പക്ഷെ അത് ദേഷ്യപ്പെട്ടൊരു മുഖം ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു ഇതല്ല. നമുക്ക് പറയണം, നമുക്ക് വേണമെങ്കിൽ ചിരിച്ച ഫേസ് ആയിട്ടും പറയാം. ഇല്ല അങ്ങനെയില്ല. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മുടെ ആസിഫിക്ക വേറൊരു ഇത് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ പറയണില്ല. അതെന്തൊരു സംഭവം ഞാൻ പറഞ്ഞു, എനിക്ക് ആളുടെ പേര് വ്യക്തിത്വം പോലും ഇല്ലാത്ത ആളായ നീ കഥയും പറഞ്ഞിട്ട് ഇപ്പൊ വ്യക്തിത്വം. എനിക്ക് വെറുതെ അനാവശ്യമായിട്ടൊരു കോൺട്രവേഴ്സിയിലേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. നീ ഒരു കാര്യത്തിനകത്ത് തുനിഞ്ഞ നീയാണ് ആസിഫിന്റെ കാര്യം പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയത്. അല്ല ചേച്ചി, നമുക്കിപ്പോ ഒരാളുടെ അടുത്ത് നമുക്ക് വെറുതെ മിണ്ടാണ്ട് ഇരിക്കുന്നത് തന്നെ അതൊരു ആൻസർ ആണ് ഒരാളുടെ അടുത്തുള്ളത്. ഞാൻ അറിഞ്ഞിട്ടില്ല ആസിഫിന്റെ കഥ, നീ പറഞ്ഞു തുടങ്ങി. ചേച്ചി തന്നെ ഒരു ഇന്റർവ്യൂല് ചേച്ചി ഇറങ്ങി പോകുന്നു. ചേച്ചി അങ്ങനത്തെ മാത്രം ചെയ്യുന്നതല്ല. ഒരു നമുക്ക് ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരാൾക്ക് ആൻസർ കൊടുക്കണമെങ്കിൽ നമുക്ക് അയാളുടെ അടുത്ത് ഭയങ്കര ഇത് ഞാൻ തുടങ്ങി വെച്ചതല്ല മെഹറ, നീ പറ ആസിഫിന്റെ വിഷയം. ആസിഫിന്റെ വിഷയം ആസിഫിന്റെ വിഷയം ഞാൻ പറയുന്നില്ല. എന്തിനാ വെറുതെ പിന്നെ ഞാൻ ചോദിച്ചാ നിന്റെ അടുത്ത് എക്സാമ്പിൾ പറഞ്ഞതാണ്. എക്സാമ്പിൾ പറ കംപ്ലീറ്റ്. ഒരു സംഭവം ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. അപ്പൊ അതിനകത്ത് ആസിഫിക്ക് അത് എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഡീൽ ചെയ്തത്. ആസിഫിക്ക് അത് ഭയങ്കര ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ടുള്ളൂ. ആൾക്ക് വേണമെങ്കിൽ അതിന് പ്രതികരിച്ചില്ല. അപ്പൊ ഞാൻ പറയണത് നമുക്ക് ഒരാളുടെ അടുത്ത് നമുക്ക് വിഷയം എന്താന്ന് ചേച്ചി എന്നെ കൊണ്ട് സംസാരിക്കാൻ വേണ്ടിട്ടാണ് മോളെ. വിഷയം പറയാം, വിഷയം പറയേ. ഇല്ല, കോൺട്രവേഴ്സി ഇല്ല, അത് വിഷയം പറ. കഴിഞ്ഞതാ, അത് പറഞ്ഞോ. ഇല്ല, അത് വിട്. നമുക്ക് ബിഗ് ബോസിലേക്ക് വരാം. ഞാൻ സംസാരിക്കുന്നത് ബിഗ് ബോസിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോഴും വിഷയത്തെ പറഞ്ഞിട്ടില്ല, കോൺട്രവേഴ്സിക്ക് ഞാൻ നിക്കലില്ല. ഇത് നോക്കൂ, ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കറിയാം ഇത് കോൺട്രവേഴ്ഷ്യൽ ആണ്. ചേച്ചിയുടെ എല്ലാ ഇന്റർവ്യൂസും ഭയങ്കര രണ്ടാമതും മൂന്നാമതും ഞാനൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇന്റർവ്യൂ എടുക്കുന്ന കാര്യം പറയട്ടെ. സത്യമായിട്ട് മോളെ, നീയാണ് എനിക്ക് ഇന്റർവ്യൂ എന്ന് അറിയില്ലായിരുന്നു. ഞാൻ ആരായാലും വന്നിരിക്കാൻ വില്ലിങ്ങായി വന്നിരുന്നതാണ്. ഞാൻ വന്നപ്പോഴേ പറഞ്ഞപ്പോഴേ ഞാൻ ഇരുന്നോണ്ട് ആലോചിച്ചു, അയ്യോ ഞാൻ എന്താ കുട്ടിയോട് പറയാ. ഞാൻ സാധാരണ പ്രത്യേകിച്ച് പിന്നെ പറഞ്ഞതുപോലെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പറ്റിയ ഹോട്ട് സീറ്റ് പോലുള്ള മറ്റ് കുട്ടികളോ ഒന്നും അല്ല. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ആലോചിച്ചു, എന്താ ഇപ്പൊ പറയാ, ആകെ ഉള്ളത് റെനേന്റെ ഫ്രണ്ടാന്നറിയാം, വേറെ എന്താ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ ചോദിച്ചപ്പോ നീ ആയിട്ടാണ് ആസിഫിന്റെ ഇഷ്യൂ പറഞ്ഞത്. അപ്പൊ നീ അത് ഞാനൊരു ഇഷ്യൂ ആയിട്ട് പറഞ്ഞതല്ല. അത് നമുക്കാണെങ്കിൽ നമുക്കൊരു കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഭയങ്കര ചൂടായിട്ട് ഒരാളുടെ തല കയറി തിന്നുന്ന പോലെ റിയാക്ട് ചെയ്യണമെന്നില്ല. നമുക്കത് വേണമെങ്കിൽ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടും അത് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഇപ്പം എന്റെ അടുത്ത് ഈ ഇന്റർവ്യൂ ചേച്ചിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്നേ വരെ ഞാനൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് എടുത്തിട്ടും ഇല്ല. എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഞാൻ മാക്സിമം എന്റെ മെന്റൽ ഹെൽത്ത്, എന്റെ പീസ്, ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര സെൽഫിഷ് ആണ്. എനിക്ക് സത്യം പറയാം, എനിക്ക്
എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മെഹറിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുമ്പോൾ മെഹറിൻ്റെ പ്രൈവസി പോലെ ആയിപ്പോയി. ഇപ്പം തന്നെ ഞാൻ ഒരു ടോക്സിക് ലേഡി മാതിരി നിങ്ങൾ പ്രണയമുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചോണ്ടിരുന്നത്. സി എന്നിൽ നിന്നൊന്നും ആരും എക്സ്പെക്ട് ചെയ്ത ഒരു സാധനമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കാണാൻ. സോ ദാറ്റ്സ് വൈ ഞാനത് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എത്ര പുരോഗമനം എത്ര ഇതെന്നൊക്കെ പറഞ്ഞാലും ചിലതൊക്കെ കാണുമ്പോൾ ഒരു ലൈക്കും ഒരു ലവ് ഒക്കെ തോന്നുമല്ലോ നമുക്ക്. അതിന്റെ ഒരു ഇതിൽ ഞാനിങ്ങനെ സംസാരിച്ചെന്നുള്ളൊരു സാധനമേ ഉള്ളൂ. പറ്റൂലടേ ഇതിനെ കൊണ്ടൊന്നും. അല്ല, ഞാൻ അങ്ങനത്തെ ഒരു ആങ്കർ അല്ല. അതിൽ ഏറ്റവും നല്ല ചിലപ്പോൾ സുമേഷ് ചേട്ടനായിരിക്കും. സുമേഷിനെ അറിയാന്നുള്ളതുകൊണ്ട്, കാരണം സുമേഷ് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? പക്ഷെ അത് ഇതാക്കാൻ പറ്റില്ല. എന്റെ അടുത്ത് പറഞ്ഞു അതെല്ലാവരും ഉണ്ടോ സാധനം. എന്നെ ബാധിക്കാത്ത ഒരു കാര്യത്തിന് ഞാൻ പ്രതികരിക്കാത്ത ഒരാളാണ്. ഇതിങ്ങനെ ബാധിക്കാത്ത നമ്മള് വെറുതെ ഒരാളുടെ കാര്യത്തിൽ പോയി ഇടപെട്ട് നമുക്ക് എന്തിനാ, നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മളല്ലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് ഇതാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനും ഞാൻ നിൽക്കാറില്ല. അതുകൊണ്ടാണ്. അല്ലാണ്ട് എനിക്ക് അറിയത്തില്ല ചേച്ചി, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഇനി പോകുന്ന ബിഗ് ബോസുകളിലൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതേ മെഹറിനെ അവിടെ കാണണം. അവിടെ ഏതെങ്കിലും രീതിയിൽ ഇനി ഷൗട്ട് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴാണ് ബാക്കിയിരിക്കുന്നത്. ഷൗട്ട് ചെയ്യും. അതിപ്പം എന്താ, അല്ല ഷൗട്ടല്ല, നിന്റെ മൊത്തത്തിലുള്ള ബോഡി ലാംഗ്വേജ് മാറുമെന്നുള്ളത് അറിയണം. കരയിപ്പിക്കല്, കരയണത് കരയും അന്നുവെച്ചാ മനുഷ്യന്മാരല്ലേ, കരയും. ഇമോഷൻസിന്റെ വികാരത്തിനപ്പുറത്ത് കരയും. ആളുകൾ നിന്നെ വഴക്ക് പറഞ്ഞൊന്നും നീ കരയില്ല. ഇല്ല, അങ്ങനെയല്ല. ഇപ്പം എന്താ പറയാ, ഇപ്പൊ എനിക്ക് അനുമോളാണെങ്കിൽ ഈ സീസണിൽ ആദ്യം കരയണ കണ്ടപ്പം എനിക്ക് തോന്നി ഇവരെന്താ. പക്ഷെ നമുക്ക് അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവരെന്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന്. അപ്പം നമ്മളിപ്പോ ഒരു 100 ദിവസം ഫോണിൽ. അല്ല, ഇപ്പം വയൽക്കാടില് മെഹറാണ് പോയിരുന്നെങ്കിൽ ഇപ്പൊ കുറെ വന്നല്ലോ ഇങ്ങനെ, എന്ത് ചെയ്യുമായിരുന്നു ഇപ്പോഴത്തെ ഗെയിം പാറ്റേൺ? എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് വയൽക്കാടായിട്ട് പോകാൻ താല്പര്യമില്ല. കാരണം അല്ല, സപ്പോസ് മീൻസ് സീസൺ ആദ്യം തൊട്ട് പോകുന്ന പോലെ അല്ല വയൽക്കാടായിട്ട്. അതെ, സപ്പോസ് ഒരു സാധ്യതയിൽ അതാണെന്ന് വിചാരിച്ചു പോവായിരുന്നെങ്കിൽ ഇപ്പം ഓപ്പർച്യൂണിറ്റികൾ വരുമ്പോൾ മനുഷ്യരാരും മിസ് ചെയ്യത്തൊന്നുമില്ല. ഇപ്പം എനിക്ക് ഇപ്പൊ പോകാൻ താല്പര്യമില്ല, നിങ്ങൾ ആദ്യമേ വിളിക്കുകയാണെങ്കിൽ വരാമെന്ന് പറയാനും പറ്റത്തൊന്നുമില്ല. കാരണം ബിഗ് ബോസിന്റെ ഇതൊക്കെ കിട്ടുന്നത് ഭയങ്കര പ്രീഷ്യസ് ആണ്. അത് എപ്പോഴാണ് എങ്ങനെ പറഞ്ഞതെന്ന്, കാരണം ആളുകൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ആവാൻ വേണ്ടി പറ്റിയ പ്ലാറ്റ്ഫോമാണത്. ദാറ്റ്സ് വൈ. അപ്പം നിങ്ങളിപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവിടെ നടക്കുന്ന വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്തായാലും ഒരാളുടെ ഇങ്ങനത്തെ ഒരു ഇതിനകത്തൊന്നും പോകത്തില്ല. ഞാൻ അങ്ങനെയും ചെയ്തില്ല. ഞാനാണെങ്കിൽ കളിക്കുവാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്നിട്ടേ കളിക്കത്തുള്ളൂ. അല്ല, ഇപ്പോഴത്തെ ഗെയിമിന് നീ എന്ത് ചേഞ്ച് ചെയ്യും? എന്തായാലും വൈൽഡ് കാർഡ്സ് ചേഞ്ചേഴ്സ് ആണ്, ഗെയിം ചേഞ്ചേഴ്സ് ആണ്. എന്ത് ചെയ്യുന്നു? ഇപ്പൊ അവിടെ കളിച്ചോണ്ടിരിക്കുന്ന ആളുകളുടെ ഗെയിം വെച്ചിട്ട് 2 ഗ്യാങ് ഇല്ല, ഗ്യാങ് പൊളിക്കും. പിന്നെ നമുക്ക് പറയാൻ ഓരോ ദിവസം അനുമോള് പർപ്പസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കരച്ചിലും പർപ്പസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളെയും കുറെയൊക്കെ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതാണ് അവരുടെ കണ്ടന്റ്. അതിനെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യും? അതിപ്പോ നമുക്ക് അവിടെ പോയാലല്ലോ. ഇല്ല, ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളെ ഈ വീട്ടുകാരെയൊക്കെ പറയാതെ എന്നുള്ള ഗെയിം കളിക്കാതിരിക്കാൻ നിനക്ക് സാധിക്കൂലേ? അല്ല, ശപിക്കൽ എന്നുള്ളതല്ല, ഈ വീട്ടുകാരെയൊക്കെ പറയാതിരിക്കുന്ന ഗെയിം നിനക്ക് കളിക്കാൻ സാധിക്കത്തില്ലേ? ഇത് അലൗഡ് അല്ല. ഇതൊരു പരിധിയിൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിനോട് പരാതി പറയാനുള്ള വകുപ്പ് വരെയുണ്ട്. അത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഫാമിലിയെ ബുള്ളി ചെയ്തുകൊണ്ടുള്ള നിപ്പ് തടസ്സമായിട്ട് വരും. അത് നമുക്ക് തന്നെ അത് ബാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് എഗ്രിമെൻറ്റിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ തുടരാൻ അനുവദിക്കില്ല എന്നുള്ളൊരു സാധനമായിരിക്കും ഞാൻ ആദ്യം ചെന്നിട്ട് പറയുന്നുണ്ടാവുക. പിന്നെ അവർ കളിക്കുന്ന ഗെയിമിൻ്റെ ഒപ്പം ആരാണോ അവിടെ ഒറ്റപ്പെടൽ നാടകം കളിക്കുന്നത് അവരുടെ കൂടെ അങ്ങ് നിൽക്കും. മീൻസ് വൈൽഡ് കാർഡ്സിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ബിഗ് ബോസ് തുടങ്ങുമ്പോഴേ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് കളിക്കാം. പക്ഷെ ഇവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും പുറകെ നടക്കുക, എന്നിട്ട് അവരെ പറ്റിയിട്ട് പഠിക്കുക, എന്നിട്ട് അവരുടെ കൂടെ തന്നെ നിൽക്കുക. അപ്പൊ അവർക്കൊരു ഫാൻ ഫോളോവേഴ്സും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഒരു സപ്പോർട്ടിങ് നമുക്കുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ ഗെയിമിന്റെ വില ഇതാക്കുന്നത്. അപ്പം നീ പറഞ്ഞത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞതുകൊണ്ടിട്ട് ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. കാരണം അതിനകത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഗെയിം പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് കളിക്കാൻ വേണ്ടി പോകണം. വെറുതെ പോയിട്ട് ഇടയ്ക്ക് ഇറങ്ങി വരരുത്. സാധാരണ ഇപ്പം ഈ പറഞ്ഞതുപോലെ അറഗന്റ് കൊണ്ടോ മറ്റു പല ഇമോഷൻസ് കൊണ്ടോ ഒന്നുമല്ല ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം മെഹറിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികൾക്കും അവിടെ വിന്നറാവാൻ സാധിക്കും. എല്ലാവർക്കും പറ്റും. ഞാനത് ഒരു ചെറിയൊരു സാധനത്തിൽ ടെസ്റ്റ് ചെയ്തു എന്നുള്ളത്.